സ്വതന്ത്രം ആത്മാവിൽ നമ്മളൊക്കെ തിരിച്ചറിയും. സ്വതന്ത്രം ഈ കൂട്ടത്തിലെ ഒന്നോ അഭിഷേക ദേവന് സ്വതന്ത്രം നമുക്ക് കൊടുത്താലേ. ഈ രണ്ടാമത്തെ ദിവസം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ മയങ്ങി വരുവാനുള്ളതല്ല. പിന്നെന്താ വേണ്ടത്? ഓരോ ദിന സ്തോത്രം നമ്പർ 1 നമ്പർ 2 ഡേ ഇങ്ങനെ വരുമ്പോ ആമേ സ്തോത്രം നാം പവർഫുള്ളായി ದೇವರುಡೆ ಒಂದು ಆಮೇ ಸ್തോത്രം ಮಾತುಗಳು ದೇವರು ಮಾತಾಡ್ತಾನೆ ಅನ್ನೋದು ಇವತ್ತು ಈ ಟೈಮಲ್ಲಿ ನಿನ್ನೆ ಕೂಡಿ ಅಸಾಧ್ಯವಾದಂತ ಏನಿಲ್ಲ. ನಿನ್ನ ಕೂಡಿಯೇ ನಿನ್ನ ಮನ ಸ್ತೋತ್ರ ಆಮೇ ಸ್ತೋತ್ರ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ನಡೆದರೆ ಸಾಧ್ಯವಾಗಿದೆ. ಅದಕ್ಕೆ ಒಂದು ಕಾಲ ಮುಂದೆ ಇಟ್ಟು ಆಮೇ ಸ್ತೋತ್ರ ದೇವರು ದಾರಿ ಕೂಡಿ ಹೋಗಬೇಕು. ಸ್ತೋತ್ರ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. നീ ഒന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ വഴിയിൽ കൂടി ഞാനും നീ ഒന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അതേ സ്വന്തം മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ആ കരമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരം. ഈ അപേക്ഷ ഉപവാസ കൂട്ടത്തിലെ ആരും വാങ്ങിനെ കുഞ്ചി അപേക്ഷ സിഗ്നൽ കൊണ്ട് നിദ്ര ಮಾಡುವುದು. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരും സ്തോത്രം അതെന്തിയത് ചുമ്മാ വെറുതെ വായിക്കൊണ്ടിരിക്കുന്നത് അതേ ഉറങ്ങുവാനുള്ള ദിവസം. ഞാൻ ചിലപ്പോൾ ഇന്നലെ രാത്രി 5 മുതൽ ഷാർപ്പാട്ടൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയും. നിങ്ങളോട് സ്നേഹമില്ലാന്നൊന്നും അല്ല. എന്റെ മനസ്സിലൊരു ആഗ്രഹം നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ ദൈവം ഒന്ന് മാനിക്കണം. ആരോടും വ്യക്തിവൈരാഗ്യം എനിക്കില്ല. വ്യക്തിവൈരാഗ്യം ലോകത്തിൽ ആരോടും എനിക്കില്ല. പക്ഷെ ഉള്ളത് തുറന്നത് പറയണമെന്നൊരു ഗ്യാരണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ടത് പറയുക. നാം ഈ വത്ത് വന്നത് അവൻ ആളും നീരാക്കിക്കൊണ്ട് വന്നതല്ല. ഇവിടെ രക്ഷപ്പെടുന്നില്ല. എല്ലാവരും കന്നഡ അറിയാൻ നമ്മൾ അറിയാം. എനിക്കവിടെ കന്നഡ പറയാൻ തമിഴ് പറയാനല്ല. കന്നഡ ഇപ്പൊ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അച്ഛനിട്ട് മണുകൊണ്ടിരിക്കും. നമ്മുടെ ഇന്ന് പോലെ ദൈവം തന്നൊരു ദൂത് കൈമാറാൻ ദൈവാത്മാവിനോട് പറയാ. നീ നിന്റെ മേലെ നിൽക്കുന്ന വണ്ടൻ അതിൽ ചാടണം. തടസ്സമായി നിൽക്കുന്ന ചില വെല്ലുവിളിയുടെ അവൻ മതിലുകളുണ്ടെന്ന ദൈവാത്മാവ് രണ്ടാമത്തെ ദിവസം ഇന്ന് പോലക്കാലം പ്രാരംഭത്തിൽ വിളിച്ചു പറയുകയാണ്. ಒಂದೋ ಎರಡು ಜನ ಎಲ್ಲಿ ಕೂತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಮನಸ್ಸಿಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡುന്ന ದೇವರ ಮಕ್ಕಳೇ ನಾನು ಬರ್ತದೆ ನಾನು ನಿನ್ನ ಜೊತೆ ಇರ್ತದೆ ಅಂತ ಹೇಳಿದ್ರು ಮನುಷ್ಯರಲ್ಲ, ದೇವರು ಹೇಳಿದೆ. ಇನ್ನು ಜನವಿല്ലെങ്കിൽ ಆರಾಧನೆ ಇಲ್ಲ. ಜನವಿല്ലാതെ ಆರಾಧನೆ ಇಲ್ಲ. ಅದು ಏನೋ ಅಭಿಷೇಕದ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲಪ್ಪ. ജനമില്ലെങ്കിൽ ആരാധനയില്ല. അത് എവിടുത്തെ അവൻ അഭിഷേകമ ഞാൻ പറയുന്നു, തെളിവ് തരാം. അവൻ സ്തോത്രം. അത് ഈ ലോകത്തിലെ ജനത്തിന്റെ ചിന്തകളില്ല ഭരിക്കുന്നത്. സ്വർഗത്തിലെ അഭിഷേകം അവൻ നിന്റെ മേലുണ്ടെങ്കിൽ ഈ ജനത്തെ നോക്കത്തില്ല, അശാരയുടെ എണ്ണം നോക്കത്തില്ല, വരുന്ന ദൈവദാസനെ നോക്കത്തില്ല, ഇരിക്കുന്ന ജനത്തെ നോക്കത്തില്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്നത് എന്റെ മേലും നിന്റെ മേലും പകർന്നിരിക്കുന്നത് സ്വർഗീയ അഭിഷേകമെന്ന് എനിക്കും നിനക്കും ബോധമായ നീ ഇരിക്കുന്നവരും പോലും നീ അറിയാതെ ദൈവത്തെ സ്തുതിക്കണം. എന്നോട് പറഞ്ഞു ആമേ സ്തോത്രം വേറൊരു ചിന്ത അതുകൊണ്ട് ഉണ്ടാക്കാൻ അവർ ആമേ
ಸ್ತೋತ್ರ ಹಲ್ಲೆಲೂಯಾ. ಡ್ರೆಸ್ ನೋಡಬಾರ್ದು, ಎನ್ ಹೈಟ್ ನೋಡಬಾರ್ದು, ಎನ್ ಹೊಟ್ಟೆ ನೋಡಬಾರ್ದು, ಎನ್ ಮೊಲ ನೋಡಬಾರ್ದು. ಆಮೇಲೆ ಸ್ತೋತ್ರ ಹಲ್ಲೆಲೂಯಾ. ಆಮೇಲೆ ಏನು ನೋಡಬಾರ್ದು. പിന്നെ ಸ್ತೋತ್ರ ನೋಡುವುದು ದೇವರೇ ನೋಡಬೇಕು. ಆಮೇಲೆ ಸ್ತೋತ್ರ ದೇವರ ಮಾತುಗಳು ಕೇಳಬೇಕು, ಅರ್ಥ ಆಗಬೇಕು, ಓದಬೇಕು. ಆಮೇಲೆ ಸ್ತೋತ್ರ ದೇವರೇ, ಆಮೇಲೆ ಸ್ತೋತ್ರ ಬಿಡುಗಡೆ ನಿಮಗೆ ಸಿಗ್ತದೆ. മനുഷ്യന്റെ മുഖത്തെ നോക്കുന്നതുകൊണ്ട് പലപ്പോഴും ആരാധന വെളിപ്പെടാതെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിന് രണ്ടായി ഭാഗിക്കണമെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകളാണ് അത് മാറിപ്പോകുന്നത്. എന്റെ ഇവിടെ ഇരിക്കുന്നവർക്ക് ചെങ്കടൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കടലില്ല, ഇവിടെ ഇല്ല. മാനുഷികമായിട്ട് ഇവിടെ ഇല്ല, പക്ഷെ ഉണ്ട്, സ്ഥലം ഇന്നും ഉണ്ട്. പക്ഷേ സ്തോത്രം അതിനെ രണ്ടായി ഭാഗിച്ച് തന്റെ ജനത്തെ നടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കണം. നമ്മുടെ ആമേസ്തോത്രം ഓൺലൈനിൽ കൂടെ ഒക്കെ മിക്കവാറും ദൈവത്തിൽ സംസാരിക്കുന്ന പാസ്റ്റർ പ്രേംകുമാർ കൂടെ ആമേസ്തോത്രം പ്രേം ജോസഫ്, ഇപ്പോഴാണ് പ്രേം ജോഷ് നാട്ടിൽ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ഒക്കെ ദൈവദാസന്മാരെ കൊണ്ടുവരും. പക്ഷെ വേറെ കാര്യമാണ്, ഗുണപ്പെടാത്ത ഓർമ്മ സമയമില്ല. അതൊക്കെ ശരിയാ. സ്തോത്രം. ദൈവം ലിസ്റ്റിട്ട് തരുന്നതിനെ ഇവിടെ വരാൻ പറ്റും. പ്രത്യേക വെളിപ്പാട് പ്രാപിച്ചെങ്കിലേ ആമേ സ്തോത്രം ദൈവദാസന്മാർക്ക് കൂടെ വരാൻ പറ്റും. സ്തോത്രം. അല്ലാത്തവർക്ക് കൂടെ വരാൻ ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടിരിക്കണം. ആരാധന രണ്ട് പാട്ട് കൊണ്ട് ഒതുങ്ങുന്നതല്ല. ഇവിടെ ആരാധന നിന്ന് പോയാലും നമ്മൾ യോഗം നിർത്തിയാലും ആരാധന നിന്റെ ഉള്ളത്തിൽ കണ്ട് കത്തണം. സ്തോത്രം. എന്റെ വായിൽ പാട്ട് വരുന്നുണ്ട്.
ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ഉപവാസത്തിന്റെ രണ്ടാമത്തെ ദിനത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിന്റെ നടുവിലായിരിക്കാൻ സ്വർഗത്തിന്റെ ദൈവം ഒരുക്കിയ വലിയ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പിതാവിന്റെ സന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി കുടുംബത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു, ഓരോരുത്തരെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെ വാക്കിലെ പ്രവൃത്തിയിൽ ജീവിതത്തിലെ സംസാരത്തെ നിരൂപണത്തിന് വികാര വിചാരങ്ങൾ ചിന്ത മനോഭാവത്തിൽ വന്നുപോയ സകല കുറവുകളെ യേശുക്രിസ്തു അവിടുന്ന് ക്ഷമിച്ച് ആ തിരുരക്തം കൊണ്ട് കർത്താവെ ഞങ്ങൾ കഴുകി ശുദ്ധീകരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരായുസ്സും കൂടി അവിടുന്ന് ദാനമായി തന്നതിനായി സ്തോത്രം, ഒരു ദിവസം കൂടി അവിടുന്ന് തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങേ ആരാധിപ്പാൻ ദൈവമേ അവിടുന്ന് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തോത്രം ചെയ്ത ഉപവാസ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മനസ്സ് തകർന്നവരുടെ മുറിവുകളെ അവിടുന്ന് കെട്ടുമാറാണെന്ന്, വേദനകളെ അവിടുന്ന് മാറ്റുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ രോഗികളായി കടന്നു വന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വചനം അയച്ച് അവിടുന്ന്
യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവിനെ വാസം അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ സമർപ്പിച്ചു. രക്തം കൊണ്ട് ഞങ്ങൾ കഴുകണം. ഞങ്ങളുടെ ചിന്തകള്, വാക്കുകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ സകലതയും ആത്മാവിനാൽ പിടിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പാൽക്കാലവും ഞങ്ങളെ സഹായിക്കണമേ. താവേ സ്വത്രക്കെതിരെയും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകത്തോടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോട് സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും കുടുംബമായി പൈതങ്ങളായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്ന അഭിഷേകത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ചില താനന്തങ്ങൾ എടുത്തിട്ടുണ്ട്. ആ താനന്തകൾ ഇന്ന് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് സഭയ്ക്ക് ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്നതോട് ശ്രദ്ധിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പറയണമേ. ഇതിനെതിരായിട്ട് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളെയും ഐശാശിക വീട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ കടന്നു വരുവാനുള്ളവരെ എല്ലാവരും നിന്റെ കരങ്ങളേൽപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്വന്തം. ഉത്തരം കൊടുക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്വന്തം. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാകിയാൽ സ്വന്തം. താഴ്ത്തുന്ന കൃപകൾ മറച്ചിടണമേ. എന്റെ വിശേഷ സ്തോത്രം ചെയ്യുന്ന അവസ്ഥയെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുമാരെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി മാറണമേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കരം പിടിച്ച് നടക്കുവാൻ ദൈവത്തിന്റെ എല്ലാ സ്തോത്രം ഇതുകളും എല്ലാം ഇത് മാറി ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് ശ്രദ്ധിക്കുന്നു. നീ വലിയ ചെയ്യുന്ന ദൈവമാകിയ സ്തോത്രം, വലിയ ചെയ്യപ്പെടുന്നതായ സ്തോത്രം എല്ലാം തൃക്കരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്കായി സ്തോത്രം, അത്ഭുതം ചെയ്യുന്നതായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവചനമായി കർത്താവ് അയച്ചിരിക്കുന്ന കർത്താവിന്റെ നിത്യത ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ആമേൻ സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഇന്നത്തെ ആരാധനയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവമായി കർത്താവിനെ ഈ ഒരു സമയത്തല്ലേ ആമേശ്വത്ര ഇടതിന ഉപവാസ കൂട്ടത്തിലെ ആമേശ്വത്ര കടന്നു വന്ന എല്ലാ മക്കൾക്കും യേശുക്രിസ്തുവിൻ നാമത്തിലെ സന്ധ്യ ആമേശ്വത്ര പ്രഭാത വന്ദനങ്ങളും ദൈവങ്ങൾക്ക് സ്തോത്രം. യേശുവിൻ നാമದಲ್ಲಿ ಆಮೇಸ್ತೋತ್ರನೇ ಬಂದ ಆಮೇಸ್ತೋತ್ರ ಕೂತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಆಮೇಸ್ತೋತ್ರ ಒಳ್ಳೆ ಬಿಡುಗಡೆ ದೇವರು ಕೊಡ್ತಾರೆ. ಹಾಲೆಲೂಯ. ಎത്ര ಬೇಗ ವಿಶ್ವಾಸ ಇದೆ? ಆಮೇಸ್ತೋತ್ರ ಕೈಗಳ ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ಹಾಲೆಲೂಯ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಒಂದು ಜನ ಆಮೇಸ್ತೋತ್ರ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮನಸ್ಸಾಗಿ ಕೂತ್ಕೊಂಡು ಅವರ ಮೇಲೆ ದೇವರು ಬರ್ತಾರೆ. ಆಮೆನ್. ಬರ್ತಾರೆ. ನನ್ನ ಜೊತೆ ಇದ್ರಿಂದ ಹೇಳಿದ ಯಾರು ಇಲ್ಲ, ಬೇರೆ ಮನುಷ್ಯರು ಯಾರು ಇಲ್ಲ. ಆಮೇಸ್ತೋತ್ರ ಹೇಳಿದ್ರು ಎರಡು ವರ್ಷ ಆಮೇಸ್ತೋತ್ರ ಒಂದು ಮನುಷ್ಯರಿಲ್ಲ. ಆಮೇಸ್ತೋತ್ರ ಪ್ರಧಾನ ಮಂತ್ರಿ ಹತ್ರ ಮಾತಾಡಿಲ್ಲ. ಆಮೇಸ್ತೋತ್ರ ಮಂತ್ರಿಗಳು ಯಾರು ಮಾತಾಡಿಲ್ಲ. ಏನು ಶಿಕ್ಷಕರು ಮಾತಾಡಿಲ್ಲ. ಆಮೇಲೆ ಲೋಕದಲ್ಲಿ ಶಾಸ್ತ್ರಜ್ಞರು ಮಾತಾಡಿಲ್ಲ. ಆಮೇಸ್ತೋತ್ರ ಯಾರು ಮಾತಾಡಿದೆ? ಯೇಸಪ್ಪ ಮಾತಾಡಿದೆ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ കൂടെ ഇരിക്കാതെ. അബദ്ധത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ എപ്പോഴും ഇല്ല. ഒരു വാക്യം അങ്ങോട്ടിട്ട് അവൻ തരുന്നതിന് കൊണ്ട് ഒരു പാട്ട് എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. തമിഴ് പാട്ടാ. നന്ദി എന്നും சொல்லுகிறோம் நாதா, நாவாலே ஸ்துதிக்கிறோம் தேவா. நன்றி என்று சொல்லுகிறோம் நாதா. நன்றி இயேசு நாதா, நன்றி இயேசு நாதா.
உலகத்தில் எதுவுமே ஆமென். அல்லேலூயா. அல்லேலூயா. அவர் உனக்கு ஜீவனை கொடுத்தார், ஆமென். உனக்காக ரத்தத்தை சிந்தித்தார், ஆமென். உனக்காக உயிரை கொடுத்தார். ஆமென். இயேசுவை போல உங்களை நேசிக்கிற தெய்வம் யாருமே இல்லை. அல்லேலூயா. அல்லேலூயா. அவர் தம்முடைய ரத்தத்தினால நம்மை மீட்டுக் கொண்டார். அல்லேலூயா. ஆமென். தூய ரத்தத்தை அவர் உங்களுக்காய் சிந்தினார். விசுவாசிக்கிறோம். ஆமென் சொல்லுங்க. Jesus Christ shed his precious blood for not only this Bangalore but all for the nation. Hallelujah. Hallelujah. Is there any God who shed his precious blood? ஏதாவது ஒரு தெய்வம் நமக்காக ரத்தம் சிந்தினது உண்டா? யாரும் இல்லப்பா. Jesus 600 போர் சேவகர்கள் இயேசுவின் முகத்திலே துப்பினார்கள். ஒருவர் முகத்தில் துப்பினா தாங்க முடியுமா? 600 soldiers spit it on Jesus' face. They nailed 6 inches of 6 inch ஆணியை அடித்து கைகளிலே துடிக்க துடிக்க ஆண்டவரை சிலுவையிலே ஏற்றினார். அவருடைய விழாவிலே போர்ச்சேவகன் குத்தினான். அவருடைய பெயர் என்ன தெரியுமா? லிங்குமஸ். Lingumus is the name of the soldier who hit Jesus. அப்போ அந்த குத்தின பொழுது அதிலிருந்து வருகிற ரத்தம் அவன் கண்களிலே பட்டு கண்கள் தெரிந்தது. கரங்களை தட்டி அல்லேலூயா. அந்த கண்ணிலே அந்த ரத்தம் பட்ட உடனேயே அவன் கண்கள் தெரிந்தது. அவன் ஒரு ரத்த சாட்சியாய் மரித்தான். இயேசுவுக்கு காடி, இந்த கசப்பான காடியை கொடுத்தார்கள். அதை அவர் சுவைத்தார். ஏன் சுவைத்தார்? Why? Because அவர் அந்த கசப்பான இருதயத்தை சுவைத்தார். But he neglected the other side. அவர் வெறுத்தார். ஏன் தெரியுமா? அந்த காடி குடித்தா வேதனை தெரியாது. காடியை குடிச்சா என்ன செய்யாது? சிலுவையில் இருக்கிற வேதனை தெரியாது. ஆனால் அதை வெறுத்தார். நான் வேதனை பட வேண்டும் என்று சொல்லி சிலுவையிலே உனக்காக எனக்காக மரித்தார். ஹalleluya. கைகளை தட்டி ஆண்டவர் மகிமைப்படுத்துவோமா? ஹalleluya. ஹalleluya. நான் சொல்லுவேன் என்ற கடைசி பாட்டு. ஹalleluya. மலையாள பாட்டு தமிழ்ல டிரான்ஸ்லேஷன். தூய ரத்தம் எனக்காக சிந்தினதால் தூய்மையாக்கி என்னை நடத்திடுவார். தூய ரத்தம் எனக்காக கூட சேர்ந்து பாடுறீங்களா? தூய ரத்தம் எனக்காக சிந்தினதால் தூய்மையாக்கி என்னை நடத்திடுவார். தூதரோடு நின்று அவரை நான் துதித்தென்று மகிழ்ந்திடுவேன். தூதரோடு நின்று அவரை துதித்தென்று மகிழ்ந்திடுவேன். தூதரோடு நின்று அவரை நான் துதித்தென்று மகிழ்ந்திடுவேன். தூய ரத்தம் எனக்காக சிந்தினதால் தூய்மையாக்கி என்னை நிறுத்தி. இந்த பாட்டு மலையாளத்தில் இருக்குல்ல? மலையாளத்தில் இருக்கு. எனக்கு I don't know the lyrics, but anyhow it's a very powerful anointed song. Hallelujah. நீங்க கையில இருக்கிறப்ப பாடுங்க. Hallelujah. ஆண்டவர் உங்களுக்கு ஒரு அபிஷேகத்தை கொடுக்க வாஞ்சியா இருக்கு. How many of you receive it? Hallelujah. How many of you ready to receive the fire anointing? Amen. Hallelujah. Amen. You know what is that fire? Fire will quench. Fire will burn. Fire will acute. Fire can do anything. Amen. Hallelujah. Fire can do anything. If a fire can do anything, it's an ordinary fire. It's an ordinary fire that we can, we can use it, the fire for cooking and other purpose. But there is a fire from heaven. Amen. Hallelujah. Amen. When that fire comes, nobody can sit here like this. Hallelujah. I want, you can understand English, right? எத்தனை பேரு அந்த அக்கினியை நான் பெறணும்னு நினைக்கிறீங்க? சொல்லுங்க பார்க்கலாம். Amen. How many of you want to receive that fire?
அந்த அபிஷேகம் நுகங்களை உரைக்கும். I want you to please stand up for a moment. I would like to sing a song. எல்லா ஒரு நிமிஷம் எழுந்து நின்று ஃபுல் ஆவியில நிறைஞ்சு யாரையும் பார்க்க கூடாது. ஆண்டவர் மேல ஒரு அக்கினி அபிஷேகம் உண்டு. ஹalleluya 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 மலல தரபல ரைட சக்கர I am sensing there is a fire. Recover. எல்லாம் பாருங்க, எல்லாம் கண்ண மூடி, எல்லாம் கையை உயர்த்துங்க. Oh, you are going to stand in the middle of the you are standing in the shadow of Calvary. நீங்க அந்த கல்வாரி மலைக்கு கீழே உங்க ஃபேமிலி நிக்குது, உங்க பிள்ளைங்க நிக்கிறாங்க, உங்க வீடு நிக்குது, உங்க குடும்பம் நிக்குது. இப்போ ஒரு ஃபயர் அனாயிண்டிங் ரஹமாமா ராதாமா ரேஷகரந்தரலா ஒரு ஹalleluya ஒரு அக்கினி மேலே இறங்க போகுது. ஒரு அக்கினி எலியா எலைஜா when Elijah prayed the fire came, the fire came, fire came on the அக்கினி மேலே இறங்க போகுது. ஊற்றிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடு. எல்லாம் அந்த பாட்டு தெரியும், நல்லா எல்லாம் கைகளை தட்டி பாட போறோம். ஊற்றிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடு. ஹalleluya. எத்தனை பேர் அபிஷேகம் பெற்றீங்க? கை தூக்கு. How many of them receive the anointing? How many of them speak in tongues? கை நல்லா உயர்த்துங்க. ஹalleluya. எத்தனை பேர் பாப்டிசம் எடுத்தீங்க? Have you taken the baptism but you are not receiving the anointing? Correct. Come here, come and stand here. And when you sing, God will pour His mighty spirit. You cannot quench it. Hallelujah. You should not see others. You should close your eyes and clap. Okay. 1, 2, 3, 4. ஊற்றிடுமே உன் வல்லமையை இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உன் அக்கினியே இந்த நாளில் எங்கள் மேலே வல்லமையோடு ஊற்றிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே ஊற்றிடுமே அக்கினியே இந்த நாளில் எங்கள் மீது
தலைமையில 2 பேர் கை வைங்க. கை வச்சுட்டு சொல்லுங்க. தலைமையில கையை வச்சுக்கோங்க. வச்சுட்டு கண்ணை பார்த்து ஆண்டவரை பார்த்து சொல்லுங்க. மேல உங்க அபிஷேகத்தை இறங்கணும். அவருடைய அபிஷேகத்தை இருக்கிறார். Lord who anointed David, King David is in the midst of Lord who anointed இயேசுவை அபிஷேகித்தார். வானங்கள் திறக்கப்பட்டது போல இப்பொழுது வானங்கள் திறக்கப்பட்டு குடும்பத்தில் இருக்கிற கட்டுகள் எல்லாம் இயேசுவின் நாமத்தினாலே உடைந்து போகிறது. அந்த அபிஷேகம் முகங்களை ஒழிக்க போகிறது. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. இந்த வார்த்தையை திருப்பி சொல்லுங்க. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. நல்லா 2 கையை வச்சுக்கீங்க தலைமையில. யாரையும் பார்க்காதீங்க. I am sensing that Jesus, the Holy Ghost is in the midst of us. ஓடி ஹலமா எல்லா கையை தலைமையில வச்சு எனக்கு ஒரு புது அபிஷேகம் வேணும். எனக்கு எல்லா கிஃப்ட்டும் வேணும் ஆண்டவரே. நான் உண்மை போல அந்நிய பாஷையிலே நான் உண்மை துதிக்க வேண்டும். விருப்பப்படுறவங்க கேட்கிற யாவரும் இன்றைக்கு பெற்றுக் கொள்வீர்கள். Whoever desire, you will receive it. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. 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 அபிஷேகம் என் தலை மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் தலை மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. ஆவியானவர் எனக்குள்ளே. அபிஷேகம் தலை மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் பெற்றவங்கெல்லாம் நல்லா கையை தட்டி ஹல்லேலூயா. எத்தனை பேர் உண்மைக்கு எனக்கு அக்கினி வேணும் ஆண்டவரே. I need your fire, Lord. Unless எனக்கு அந்த அக்கினி இல்லாம என்னால வாழ முடியாது. The heavenly oxygen is fire. How many of you believe this? Hallelujah. பரலோகத்திலிருந்து உங்களுக்கு கொடுக்கக்கூடிய ஒரே ஒரு ஆக்சிஜன் அக்கினி அபிஷேகம் தான். Hallelujah. 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 Okay. Hallelujah. Okay. எல்லாம் நல்லா ஆவியில நிறைஞ்சி நம்ம பாட போறோம். அந்த வேளை அக்கினி அபிஷேகம். அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே. அபிஷேகம் என் மேலே ஆவியானவர் எனக்குள்ளே.
കൈ ഉയർത്തുന്ന പാടും இந்த நாள் வாழ்க்கையில் மறக்க முடியும். God is having a plan on. ஆண்டவர் மேல ஒரு திட்டம். இந்த திட்டம் என்ன தெரியுமா? அன்பின் திட்டம். The plan of love. God is having eternal love with his brother and sister. God loves you so much, dear brothers, dear son, dear brothers, so that he called you here. அதனால்தான் தேவன் உங்களை இந்த இடத்துல அழைத்து வந்தார். Because he is not ready to send you a empty people. He wants to make you a rich people in anointing. Hallelujah. உங்களை வெளியே ஒன்றுமில்லாமல் அனுப்ப ஆண்டவர் விரும்பவில்லை, உங்களை நிரப்பி அனுப்புகிறார். Hallelujah. எத்தனை பேர் விசுவாசிக்கிறீர்கள்? உங்கள் வாழ்க்கையில் அவர் நிரப்புகிறார். பணம் இருந்தால் திருடி விடலாம், சொத்து இருந்தால் உங்கள்கிட்ட எல்லாத்தையும் திருடிடலாம். ஆனால் உன்னிடத்தில் இருக்கக்கூடிய அந்த அபிஷேகத்தை எந்த மனிதனும் தொடவே முடியாது. அபிஷேகத்தை ஆண்டவர் ஊற்றுகிறார். கையை உயர்த்தி அப்படி மனங்கள் படையும் மனங்கள் படி நீண்டும் Speak to God. Speak to Jesus. എല്ലാ കൈകളെ തട്ടി ആണ്ടവരെ മഹിമപ്പെടുത്തില്ല. ആണ്ടവരെ
കണ്ണീരവരുടെ Holy Spirit, Lord. Thank you, Holy Spirit. തുടങ്ങണം ദൈവവസനത്തിൽ ഒരാൾ കടന്ന് സ്ഥലമാണ്